ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി പ്രവർത്തിച്ചു നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ ചില ഭീഷണികളൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അതൊക്കെ ഈ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാണേണ്ടത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ പ്രവർത്തനം. നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകും. ഹക്കിൻ്റെ ഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അമ്പിയാക്കന്മാർ മുതൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ പീഡനങ്ങൾ. ആ പീഡനങ്ങളൊക്കെ സബൂർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന അഖീദയും വിശ്വാസവും അതിൽ നിന്ന് വ്യതിയാനമുണ്ടാവാതെ അതിന് ശക്തി പകർന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അർഹമുറാഹിമിൻ്റെ സഹായം ഉണ്ടാകും. വഇന്നാ ലഹു ലഹാഫിദൂൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്മേളനത്തിന് പരാജയപ്പെടുത്താൻ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. തഹിയ്യ ഫണ്ടിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മുടെ സുപ്രഭാതത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല പ്രവർത്തനങ്ങളും അറിഞ്ഞും അറിയാതെയും ഒക്കെ പലരും ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് നമ്മുടെ സമ്മേളനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമ്മേളനത്തിൽ കൂടെ നമുക്കതിന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എന്ത് കളിച്ചാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ആ പാത കൈവിടാതെ, നമ്മുടെ ആ പൈതൃകം കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വലിയ സന്തോഷത്തിലാണ്, നല്ല ഒരു മുഹൂർത്തത്തിലാണ്. ഇവിടെ ലോകത്ത് ആർക്കും സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ സമ്മേളനം കഴിച്ച ഒരു ആത്മസംതൃപ്തിയിലാണ് നമ്മൾ. അതിനുശേഷം ആത്മശുദ്ധി വരുത്തിയ റമദാൻ മാസത്തിലെ നോമ്പും അതുപോലെയുള്ള ഇബാദത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാം കൊണ്ടും നല്ല ഒരു മുഹൂർത്തമാണ്. ഇവിടെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. സന്തോഷം പങ്കിടാനും അതുപോലെ നമ്മൾ കാത്തു സൂക്ഷിച്ച ആത്മശുദ്ധി അതിന് മോശം വരാതെ ഇനിയും അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതോടുകൂടെ ത്യാഗം സഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സമ്മേളനം ലോകോത്തര സമ്മേളനമാക്കി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കഠിനാധ്വാനം ചെയ്ത നമ്മളെ വികായ പണ്ഡിതന്മാരടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ സേവനത്തിൻ്റെ പിന്നിൽ നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരുമായ നാട്ടിലും പുറത്തുള്ളവരൊക്കെയുണ്ട്. അവരെയൊക്കെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സദസ്സ് കൂടിയാണിത്. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ആ പ്രാർത്ഥന അള്ളാഹു തആല കബൂൽ ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അതോടുകൂടെ ഹജ്ജിൻ്റെ വേളയാണ്, ഹജ്ജിൻ്റെ മാസങ്ങളാണ്. ഹജ്ജിന് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അവർക്കൊക്കെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടുകൂടെ മുസ്ലിം ലോകമെന്നല്ല ലോകമൊട്ടാകെ വളരെ പരിഭ്രമത്തിലായ യുദ്ധക്കെടുതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുപ്പുകളൊക്കെ അടച്ചു പൂട്ടുന്ന രൂപത്തിലുള്ള അതിൻ്റെതായ മാരകമായ ദുരന്തം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ ഇവിടെ നമ്മുടെ ആദർശേർ ഉസ്താദ് ഇവിടെ പ്രാർത്ഥിച്ചു, മുസ്ലിം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ദുരന്തത്തിന് കാരണക്കാരായ അഹങ്കാരികൾ ഫിറഔൻ അബൂജഹലിനെ പോലെയുള്ള അതിനേക്കാളൊക്കെ കടത്തി വെക്കുന്ന ട്രംപുമാരൊക്കെ അല്ലാഹു തആല കത്തിൽഹും ഷർറ കിത്തലത്തിൻ യാ അർഹമുറാഹിമീൻ, അർഹമുറാഹിമായ തമ്പുരാൻ അവരെയും ഇസ്രായേലിനെയൊക്കെ നീ മുസ്ലിങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അത്തരം ദുശക്തികളെയൊക്കെ നീ നശിപ്പിച്ച് ശിഥിലമാക്കണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ എല്ലാം കൂടി ഒത്തുകൂടിയ ഒരു അവസരത്തിലാണ് നമ്മുടെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോവേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ്. ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹു തആല കരുത്തും ശക്തിയും നമ്മുടെ ഈമാനും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡൻറ്റും അതുപോലെ MT അബ്ദുള്ള മുസ്ലിയാരൊക്കെ വരാനിരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഔപചാരികമായ തുടക്കം അവരോട് കൂടി ആയിരിക്കും എന്ന് പറയുകയാണ്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കൂടിയത് ഞാൻ പറഞ്ഞല്ലോ, ഇതിലപ്പുറം നമുക്കിഞ്ഞൊന്നും പറയാനില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനീ സ്ഥാപനങ്ങളുടെ സ്റ്റാർട്ടിങ് സമയമാണ് ഈ സമയം. ഇവിടെ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീനീ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിനും അതിൽ വിദ്യാർത്ഥികളെ പരമാവധി 2 സമന്വയ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ദീനീ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കുട്ടികളെയൊക്കെ പരമാവധി ചേർത്തുകൊണ്ട്
ദീനിൻ്റെ കാവൽ ഭടന്മാരായ ആളുകളെ വാർത്തെടുക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് അതിൻ്റെ പ്രവർത്തകരായ ഉസ്താദന്മാരും ആ തിൽമീദുമാരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ അതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖല. ഇതര മുജാഹിദ് അതുപോലെയുള്ള സുന്നീതര പ്രസ്ഥാനങ്ങളൊക്കെ തലയുയർത്തിക്കൊണ്ട് പല നിലക്കും ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമാണുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിന് വരുന്ന എല്ലാ ദുശക്തികളെയും തുരത്തിക്കൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ ആലിമിങ്ങളോട് പറഞ്ഞു, ആലിമിങ്ങൾ പലരും സുഖമില്ലാത്തവരാണ്, കുറെ മരിച്ചുപോയി. അതിന് പുറമെ സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ സെക്രട്ടറി തന്നെ, ജനറൽ സെക്രട്ടറി തന്നെ ആലിക്കുട്ടി ഉസ്താദ് അർഹമുറാഹിമായ തമ്പുരാൻ സിഹത്ത് ആഫിയത്തോടുകൂടെ അദ്ദേഹത്തിന് നമുക്ക് നേതൃത്വം കുറേ കാലം നൽകാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ പലരും ഉണ്ട്. അർഹമുറാഹിമായ തമ്പുരാൻ അവർക്കൊക്കെ തന്നെ പൂർണ്ണമായ സുഖം നൽകി നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി നൽകാൻ അർഹമുറാഹിമായ തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്തയുടെ സമ്മേളനം അതൊന്ന് വിലയിരുത്തേണ്ടതാണ്. സമസ്തയുടെ സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100-ാം വാർഷിക സമ്മേളനം 90-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും അതിന് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് നമ്മൾ അതിൻ്റെ പ്രചരണങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നിലിറങ്ങി അതിൻ്റെ ഫലം നമ്മൾ കാണാൻ സാധിച്ചു. അത് വളരെ വൃത്തിയായിക്കൊണ്ട് ലക്ഷങ്ങൾ കണക്കിലെടുക്കാൻ പറ്റാത്ത അത്രം ഇതുപോലെ ഒരു സമ്മേളനം ഇവിടെ ആർക്കും സാധിക്കയില്ല, സാധിച്ചിട്ടുമില്ല, ഇനി സാധിക്കുകയുമില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ, കോൺഗ്രസ് അടക്കമുള്ളതിൻ്റെ നേതാക്കളൊക്കെ കണ്ട് അനുഭവിച്ചതിൻ്റെ പേരിൽ പറഞ്ഞതാണ്. അതോടുകൂടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബന്ധപ്പെട്ട പോലീസുകാരൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും ആ നഗരമൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇതുപോലെ ഒരു തുല്യത ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സമ്മേളനം ഇത്ര അച്ചടക്കത്തോടുകൂടി നടത്താൻ സമസ്തക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അവരൊക്കെ പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് തന്നതാണ്. അങ്ങനെയുള്ള ഒരു സമ്മേളനം നമുക്ക് നടത്താൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി വരുന്ന കാലങ്ങളിൽ അതിനേക്കാൾ വലിയ സമ്മേളനങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതൊരു ചാനലാണ്. ആ ചാനൽ കൂടെ സഞ്ചരിക്കണം നമ്മൾ. മഹാന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ച ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ലക്ഷ്യങ്ങളുണ്ട്, അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ കൂടെ തന്നെ, ആ പാതയിൽ കൂടെ തന്നെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പാതയിൽ കൂടെ തന്നെ നമുക്ക് സഞ്ചരിച്ചു കൂടും. ഇവിടെ ലോകം എന്ത് കളിച്ചാലും ശരി, രാഷ്ട്രീയം എന്ത് കളിച്ചാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ആ പാത കൈവിടാതെ, നമ്മുടെ ആ പൈതൃകം കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹുവിനെ തൗഫീഖ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്കതിന് സാധിപ്പിക്കുമാറാവട്ടെ. നമുക്കതിന് പ്രവർത്തിക്കാൻ നമ്മളെ കുട്ടികളും വരാനിരിക്കുന്ന നമ്മുടെ പിന്നിൽ വരേണ്ട കുട്ടികൾ, ആ കുട്ടികൾക്കും ഈ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്തേണ്ടതാണ്. അതിന് നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളുമൊക്കെ അതിന് ബാധ്യസ്ഥരാണ്. ആ നിലക്കുള്ള ഒരു ശക്തമായ ഈമാനോടുകൂടെ നമ്മൾ രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയാണ്. പല പ്രശ്നങ്ങളും പലയിടത്തൊക്കെ ഉണ്ടല്ലോ. ആ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രതിരോധിച്ചും ഉയർത്തേണ്ടതും വളർത്തേണ്ടതിനെ വളർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പാത ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ആരെന്ത് പറഞ്ഞാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പാതക്ക് കോട്ടം വരുന്ന, നമ്മുടെ ഈ പൈതൃകത്തിന് കോട്ടം വരുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികളെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ അതിനു വേണ്ടിയുള്ള ശക്തിയാണ് നമ്മളിപ്പോൾ സംഭരിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും ക്ഷീണം പറ്റാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ എല്ലാ വിശ്വാസികളായ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാരും ഓരോരുത്തരുടെയും മേഖലയിലെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് പിരിഞ്ഞു പോകേണ്ടത്. ഇത് യോഗം കഴിഞ്ഞ് പിരിയാനല്ല. നമുക്ക് ആ കിട്ടിയ ഊർജം ഒന്നുകൂടെ ആവേശത്തോടുകൂടെ നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു മനക്കരുത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടത്. നമ്മുടെ സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളുണ്ട്, ചില ഉസ്താദന്മാരെ പിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. എന്തിൻ്റെ പേരിലാണത്? ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി പ്രവർത്തിച്ചു നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ ചില ഭീഷണികളൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അതൊക്കെ
ഈ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാണേണ്ടത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ പ്രവർത്തനം. നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകും. ഹക്കിന്റെ ഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അമ്പിയാക്കന്മാർ മുതൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ പീഡനങ്ങൾ. ആ പീഡനങ്ങളൊക്കെ സബൂർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന അഖീദയും വിശ്വാസവും അതിൽ നിന്ന് വ്യതിയാനമുണ്ടാവാതെ അതിന് ശക്തി പകർന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അർഹമുറാഹിമിന്റെ സഹായം ഉണ്ടാവും. വഇന്നാ ലഹു ലഹാഫിദൂൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്മേളനത്തിന് പരാജയപ്പെടുത്താൻ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. തഹിയ്യ ഫണ്ടിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സുപ്രഭാതത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല പ്രവർത്തനങ്ങളും അറിഞ്ഞും അറിയാതെയും ഒക്കെ പലരും ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് നമ്മുടെ സമ്മേളനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമ്മേളനത്തിൽ കൂടെ നമുക്കതിന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ശക്തി തന്നെ, സംഭരിച്ച ശക്തി തന്നെ നമുക്കെന്താക്കണം, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടി കാര്യമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രവർത്തകന്മാർക്ക് നന്ദി പറയാൻ തന്നെയാണ്, അവരെ ആദരിക്കാനാണ്. നമ്മുടെ പ്രത്യേകിച്ച് വിക്കായ കൂട്ടർ അവർ ഒരു സേവന പാതയിൽ തുല്യതയില്ലാത്ത ധർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, എവിടെയാണെങ്കിലും നമ്മൾ സമ്മേളനം നടത്തിയോടത്തും മരിച്ചോടത്തും കല്യാണ വീടുകളിലും നമ്മൾ 4 ആൾ കൂടുന്നിടത്തൊക്കെ ഈ വിക്കായയുടെ കുപ്പായത്തിന് നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു പരിശീലനം നൽകപ്പെട്ടവരാണ്. നല്ല നിലയ്ക്ക് സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും തൊലബ് ആമീൽ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് വിക്കായ എന്ന് പറഞ്ഞത്. കാവൽ എന്നുള്ള അർത്ഥമാണ്, വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞ വിക്കായ അതിൻ്റെ ലഘുവിയായ വിക്കായാണ്. ഇതിന് കാവലായിരിക്കുന്ന വിക്കായിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കൂട്ടരൊക്കെ. മോയിൻകുട്ടി മാഷക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇതൊക്കെ വിക്കായന, ഞാനും വിക്കായൻ, നിങ്ങളൊക്കെ വിക്കായക്കാരാണ്. ഇൻഷാ അല്ലാഹ് ഇതിനെ കാവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി കുപ്പായമിട്ടവരും പച്ച കുപ്പായിട്ടവരും വെളുത്ത കുപ്പായിട്ടവരൊക്കെ ആ ഭാഗത്തിൽപ്പെട്ടവരാണ്. അർഹമുറാഹിമായ തമ്പുരാൻ അവർക്ക് നമുക്കെന്താക്കണം, അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരോട് കടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് കടപ്പെട്ടതുപോലെ തന്നെ അതിന് പ്രത്യുപകാരമായിട്ട് നമ്മൾ അവരോടും കടപ്പെട്ടിരുന്നു. കാരണം എല്ലാവരും ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സും ആ വിശ്വാസവും അല്ലാഹു തആല നമ്മൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ നമ്മൾ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയും ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറിയുമായ MT അബ്ദുള്ള മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹം ഇപ്പോൾ റോഡിൻ്റെ എന്തോ തിരക്കിൽ ബ്ലോക്കിലായതാണ്, ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വാഗതം പറയുന്നു. ഈ പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താക്കത്തും കഴിവും അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ ആവേശമായ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മുജ്ഫിരി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ്. അദ്ദേഹം ഒരു മരിച്ച വീട്ടിൽ നമുക്ക് ബന്ധപ്പെട്ട ഒരു വീട്ടിൽ ഒരു സയ്യിദത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ കയറി കുറച്ച് താമസിച്ച് പോയതാണ്. ഇവിടെ ഉടനെ എത്തും. അദ്ദേഹത്തെയും ഹൃദ്യമായി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ മുസാവർ അംഗങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ മുസാവർ അംഗങ്ങളും ഇവിടെ എത്തിച്ചേരും. ആരോഗ്യമുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേരും. അവരൊക്കെ ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അല്ലാത്ത ഉലമാക്കൾ, മുദരിസമാർ, അതുപോലെയുള്ള മുദരിബമാർ, മുഫത്തിഷമാർ തുടങ്ങി ഈ സേവന പാതയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു.